ഹരിദാസ് ചോറ്റാനിക്കരെന്നാ അങ്കിളിനറിയാം. എന്താ? ഹരിദാസാണ്, രാഘവൻ നായരുടെ. ഓ മനസ്സിലായി മനസ്സിലായി. വാ വാ വാ, താൻ നാളെ വരുമെന്നാണല്ലോ അല്ല എഴുതിയിരുന്നത്? നേരത്തെ വന്നൊരു താമസ സൗകര്യമൊക്കെ കണ്ടുപിടിച്ച് വലിയ വാടകയൊന്നും ഇല്ലാത്തൊരു ലോഡ്ജേ. വാടക കൊടുത്ത് തന്നെ താമസിക്കണം നിർബന്ധമാണല്ലേ? രാഘവന്റെ മോൻ തിരുവനന്തപുരത്ത് വന്നിട്ട് താമസിക്കാൻ വേറെ വീട് അന്വേഷിക്കാന്ന് പറയുന്നത് ശരിയാണോ? ആണോ അടി? അത് പോട്ടെ, ചായ കൂടി. ഇവിടെയാണ് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അവക്ക് കിടക്കാൻ ഒരു ആനയുടെ സ്ഥലം വേണം, അതെനിക്കറിയാം. സാരമല്ല, ഞാനും എന്റെ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യണം. എടിയാ പടിഞ്ഞാറ മുറിയൊന്നും തുറന്നേ. എപ്പോഴാ ജോയിൻ ചെയ്യുന്നത്? നാളെ. നീ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തു തരണോ? വേണ്ടല്ലോ. അങ്ങോട്ടില്ലേ. അപ്പോഴേ ഇവനെ ഇവിടെ തന്നെ അങ്ങ് പൊറപ്പിക്കാൻ തീരുമാനിച്ചോ? എടിയ അവന്റെ തന്തേ ഞങ്ങൾ ഒരുമിച്ച്. നിങ്ങൾ ഒരുമിച്ച്? നീ നിന്റെ പണി. അയ്യോ എന്താടോ? പെട്ടി. പെട്ടി? എന്റെ പെട്ടി. തന്റെ പെട്ടിക്ക് എന്ത്? എന്റെ പെട്ടി അല്ലാതെ. പിന്നിതാരുടെ പെട്ടിയാ? എന്റെ സർട്ടിഫിക്കറ്റും കാശും എല്ലാം അതിനകത്താ. ഞാനിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് എടുത്താൽ മാറിപ്പോയതാ. ഇല്ല, വീട്ടിൽ ഇതുപോലത്തെ ഒരു പെട്ടി ഉള്ളൂ. ആ പെട്ടിയല്ല ഈ പെട്ടി. താനൊന്ന് തുറന്നു നോക്കി. അയ്യോ വേണ്ട, പല ബോംബോ മറ്റോ ആയിരിക്കും. ഇതിനകത്ത് കുറെ പേപ്പറും ഫയലുകളേ ഉള്ളൂ. ചുമ്മാ ബോംബ് കഴിയുമ്പോന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഓരോരുത്തർ ബോംബ് കണ്ടെന്ന് പറയുന്നത്. കോര ആൻഡ് കോര ഫൈനാൻസേഴ്സ് ബ്ലേഡാ. ഇത് ഏതാണ്ട് ബോംബ് പോല പൊട്ടും. പോലീസ് സ്റ്റേഷൻ അല്ലേ ഇത്? കോരയെന്ന് മാനേജിംഗ് ഡയറക്ടർ വെങ്കിടയാണ് സംസാരിക്കുന്നത്. എന്റെ പെട്ടി പോയി. ഫയൽസും അക്കൗണ്ട്സും ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ്. സാർ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് തരണം. പട്ടിയെ കൊണ്ട് മണപ്പിക്കാവുന്നു. അത് ശരി, പോലീസ് പട്ടി. ഓ ശരി സാർ, ശരി സാർ. ഓക്കെ ഓക്കെ. കിഴക്കേക്കോട്ട മുതൽ വിഴിഞ്ഞം വരെ താൻ അന്വേഷിക്കണം. ശരി സർ. പെട്ടി കണ്ട അറിയാമല്ലോ? അറിയാം സർ. പിന്നെ മെയിൻ റോഡ് കംപ്ലീറ്റ് താൻ. ഊളംപാറ കൂടി ഒന്ന് എൻക്വയറി ചെയ്യണം. ശരി സർ. തമ്പാനൂർ മുതൽ പാപ്പനംകോട് വരെ താൻ. പൂന്തറ ഏറി കൂടി ഒന്ന് അരിച്ചു പിറക്കിക്കോ. സർ, പട്ടി പോണ വഴി ഞങ്ങളും പോണോ? പട്ടി പോണ വഴിയെ പോലീസുകാര് പൊക്കോളൂടോ. ഇതിന്റെ ബാറ്റയുടെ കാര്യം വന്നിട്ട് സംസാരിക്കാം. താങ്ക്സ്.
ഹലോ പോലീസ് സ്റ്റേഷൻ. പെട്ടി കിട്ടി, പട്ടി വേണ്ട. കാശ് പെട്ടി തന്നെ ഉണ്ടല്ലേ? ബ്ലേഡിന്റെ കുരുങ്ങിയ കാശ് ആദ്യമായിട്ട് തിരിച്ചു കിട്ടുന്ന തനിക്കാ. ഞങ്ങളുടെ കുടുംബ ഫോട്ടോയാ. പൂജപ്പര എവിടെയാ പോണോന്ന് പറഞ്ഞേ? KP ഒന്ന് കാണണം. KP യോ? ഉം. അതാര്? K പുരുഷോത്തമൻ. പുള്ളിയാ ജോലി ശരിയായി തന്നത്. നേതാവാ. പൂജപ്പര ഏത് ഭാഗത്താണെന്നറിയോ? എവിടാന്നറിയില്ല, ഒന്ന് കണ്ടുപിടിക്കണം. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആഹാ, താൻ നല്ല പാർട്ടിയാ. ജോയിൻ ചെയ്യേണ്ടതിന്റെ തലേന്നാണോ വരുന്നത്? നല്ല ചേട്ടാ, ഞാൻ ഈ ബാക്കി പൈസ ഉണ്ടാക്കാനുള്ള സ്വല്പം പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ആ രവി ഇരിക്കെ. രവിയല്ല, ഹരിദാസ്. ഓ ഹരിദാസ്. ആ. ഹരി വിചാരിക്കും ഈ കാശ് എനിക്കാണെന്ന്. ഞാനിത് എത്ര പേർക്ക് വീതിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയോ? വേറെ ഉണ്ടല്ലോ നേതാക്കന്മാര്. അപ്പൊ ചേട്ടാ എനിക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യാലോ? പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോയിന്റ്മെന്റ് ഓർഡർ? മന്ത്രി നേരിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ അവിടെ കാണും. ആ ഓർഡറിൻ പ്രകാരം അപ്പോയിന്റ്മെന്റ് ഓർഡർ അവര് തരും. താനത് വാങ്ങിക്കൊണ്ട് ജോയിൻ ചെയ്യണം. എന്താ? ഓ കൃത്യമായിട്ടുണ്ടല്ലോ. ഉണ്ട്. ആ എന്നാ ചെല്ല. വലിയ ഉപകാരമായി. നന്നായി വാ. ഉം. ആ രാവിലെ സമയത്ത് തന്നെ ചെല്ലണം. കൃത്യനിഷ്ഠ. ആളുണ്ട്, ആളുണ്ട്, ഉടനെ കേട്ടെ. അയ്യോ, ഹലോ, എന്താണ് സാരിയൊക്കെ മാറ്റി പാൻസ്? ലേഡീസ് ഒന്നിൽ തന്നെ വേണോ യാത്ര? അയ്യോ, ബസ് മാറുക. ആളറങ്ങണം, ആളറങ്ങണം. അയ്യോ, ബോർഡ് നോക്കി കേറിക്കൂടെ? പെട്ടെന്ന് ചാടിക്കരുതല്ലേ, മനസ്സിലായില്ല. ഇന്ന് ഇറങ്ങിയതേ ഉള്ളായിരിക്കും. അതെ, ഇന്ന് രാവിലെ. അത് മനസ്സിലായി. ഗുളിക കൃത്യമായി കഴിച്ചോണേ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? അയ്യോ, നിർത്തണേ, ആളറിയണം. എനിക്കറിയാം. പിന്നെ കാണാട്ടോ. ആ അമ്മേ, നിന്റെ അച്ഛന്റെ നാട്ടുകാരനാ. ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുക. ദൈർഘ്യം കുറവായിരുന്നാലും ബസ് യാത്ര സുഖമായിരുന്നല്ലേ? അയ്യോ, അത് ആ ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടുന്നു കേട്ടു. ഒരബദ്ധം പറ്റിപ്പോയി. പറ്റിന്ന് പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും എന്നറിയാം. ഇതെന്റെ മോൾ അമ്മു, MA ലിറ്ററേച്ചർ പഠിക്കുന്നു. എനിക്കറിയാം. ഏ? അല്ല, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ഓ, ഫോട്ടോ കണ്ടല്ലേ? അതിനെന്തിനാ ചമ്മന്നേ? മോളെ, ഒരു കാപ്പി കൊടുക്ക്, ചമ്മലൊന്ന് മാറട്ടെ. ആ ശരി, ഡ്രസ് മാറിട്ട് വാ. ഒന്ന് പെട്ടെന്ന് വിരിക്കടി. ഇതിനൊക്കെ ഇത്ര സമയം എടുക്കുന്ന എന്തിനാ? ബെഡ്ഷീറ്റ് വിരിക്കാൻ കണ്ട നേരം. ആ, ഞാൻ ഇതിന്റെ അടിയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചു കളയരുത്. തനിക്ക് കഷണ്ടി ഒന്നുമില്ലല്ലോ? കഷണ്ടിക്കുള്ള മരുന്നാണെന്ന് ഞാൻ വിചാരിച്ചാൽ കിടക്കാൻ പോവാ. ആ ആ അതിനു മുമ്പ് ഒരു ഐസ് വാട്ടറും ഒരു ഗ്ലാസും വേണം. തനിക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ രാത്രി? വേണ്ട. വേണ്ടെന്നോ? മനുഷ്യന് വല്ലൊരു രാത്രി വെള്ളം കുടിക്കാതിരിക്കോടോ? മിലിറ്ററിയിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. ഇനി പറയാം. എന്റെ തള്ളച്ചി ഉറങ്ങോടി. ആ വാതിലങ്ങ് ചാരിയത്.
കൃത്യസമയത്ത് വന്നിരിക്കുന്നു. ഇത് മതിയല്ല, വെള്ളം ഒഴി. ആ, ഇത്രയൊക്കെ മതി. നിന്റെ അച്ഛനില്ലായിരുന്ന ഈ മേജറൊക്കെ എന്നെ ആ കിടന്നു കിടന്നു കിടന്നു. എന്താ തനിക്കൊന്ന് പോണ്ടേ? എന്നാ വേറെ റെഡിയാ. ഓ ബെസ്റ്റ് ഓഫ് ലക്ക്. എനിക്ക് നേരത്തെ പോണം, ക്ലാസ് ഉണ്ട്. എല്ലാവിധ ആശംസകളും. വരട്ടെ. ആഹാ, ഇതുവരെ തൊഴുത് കഴിഞ്ഞില്ലേ? രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണ്ടേ? വാ ഇങ്ങോട്ട്. പോയിട്ട് വരട്ടെ. ധൈര്യം. ആശാൻ ഇതുപോലെ നടക്കുവോ? പോവാൻ ധൃതിയുണ്ട്. 2 മിനിറ്റ്. 2 മിനിറ്റ് 4-ാമത്തെ പ്രാവശ്യം പറയുന്നത്. അല്ല, ഒരു കാര്യം ചെയ്തേ, ഇത് പിടിച്ചോ. ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഏതാ? മെയിൻ റോഡില്ല. ആ മെയിൻ റോഡ് എവിടെയാ? അതിലെ ക്രോസ് ചെയ്ത് കയറിയാൽ മതി. ഓ, ഹലോ, ഇവിടുന്ന് കിഴക്കേക്കോട്ടേക്ക് ബസ് കിട്ടുമോ? കിട്ടും, പക്ഷെ ഇവിടെ അങ്ങനെ നിർത്താറില്ല. അയ്യോ, അല്ല, ഈ കിഴക്കേക്കോട്ടേക്ക് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? കുറച്ച് ദൂരേ ഉള്ളൂ. ഓ, അടുത്താ. ഗുഡ് മോർണിംഗ് സാർ. യെസ്. സോറി, കുറച്ച് ലേറ്റായി പോയി. ഞാൻ ഹരിദാസ്, ജോയിൻ ചെയ്യാൻ വന്നതാ. എന്തിന്? ഞാൻ KPയുടെ ആളാ. ഏത് KP? KP മന്ത്രിയുടെ അടുത്ത ആളാ. KP പറഞ്ഞെന്താന്ന് വെച്ചാ, മന്ത്രി നേരിട്ട് ഓർഡർ കൊടുത്ത് ഇവിടെ ഒരു വേക്കൻസി ഉണ്ടല്ലോ, അപ്പൊ സാർ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നാ ഞാൻ ജോയിൻ ചെയ്യാൻ. നിങ്ങൾ ഈ പറയുന്ന KP എനിക്കറിയില്ല. പിന്നെ മന്ത്രി അങ്ങനെ ഒരു ഓർഡർ തന്നിട്ടുമില്ല. ഒരു വേക്കൻസി ഉണ്ടായിരുന്നെന്ന് ശരിയാണ്. ഇന്ന് രാവിലെ ഒരാളൊന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു.
അയ്യോ സാർ, കെ പി പറഞ്ഞത് മന്ത്രിയുടെ ഓർഡർ കിട്ടി ഞാനിവിടെ ജോയിൻ ചെയ്യാൻ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇത് ഓഫീസ് ടൈമാണ്. ചേട്ടൻ ഇവിടെ ഇല്ല, ബോംബെക്ക് പോയിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് പണിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ വേറെത്തിനാ കയറിയിരിക്കുന്നത് അറിയോ? വീടും പറമ്പും പണയപ്പെടുത്തിയ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ. എന്തായാലും അങ്ങേരെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നെ പോലെ കാശ് കൊടുത്തിട്ട് അതേ ജോലിക്ക് വന്നവനാ ഞാൻ. കെ പിയെ കണ്ടിട്ടേ ഞാനും പോകുന്നുള്ളൂ. ഇപ്പൊ അവിടെ കയറിയിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനാണെങ്കിൽ ഈ ജോലിയുടെ യാതൊരു ആവശ്യവുമില്ല. ഇവിടെയുള്ള ഏതൊരു വലിയ പണച്ചാക്കിന്റെ മോനാ, വേറെ ഒന്നിനുമല്ല, പാവപ്പെട്ടവരുടെ വള്ളക്കടിക്കാൻ. ഇന്റർവ്യൂവിന് പോലും വന്നിട്ടില്ലവൻ. ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളാണോ? അതെ. എന്താ കാര്യം? കാര്യമുണ്ടെന്ന് അറിയാനാ. കേറുമ്പോ വലതുവശത്ത് 3ാമത്തെ സീറ്റ്. ഓ, ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് നാട്ടുകാരുടെ കാലും പിടിച്ച് കാശും കൊടുത്ത് ഇവിടെ വന്നപ്പോ ജോലിയില്ല പോലും. എന്നിട്ടോ ആ സീറ്റിൽ വേർതിനെ പിടിച്ച് കയറ്റിയിരുത്തിരിക്കുന്നു. അതും ഇന്റർവ്യൂല് പോലും വരാത്തൊരുത്തിനെ. കാണണവനെ എനിക്കുന്നവരെ കാണണം. കാണാതെ ഞാൻ പോകുന്നു വിചാരിക്കണ്ട. മന്ത്രിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടാ വന്നിരിക്കുന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. നിങ്ങൾക്കറിയോ, ഈ പണി കൂടി കിട്ടിയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാ. അവനൊക്കെ ഇതൊരു ഹോബി ആയിരിക്കും. അപ്പൊ നീയായിരുന്നുല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു നിന്റെ നീക്കങ്ങള്. അന്ന് നീ രക്ഷപ്പെട്ടു. പണവും സ്വാധീനിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു നിനക്ക്. പക്ഷേ നീ എന്നേക്കുമായി എന്റെ കയ്യിൽ രക്ഷപ്പെട്ടു നീ വിചാരിക്കണ്ട. ആണോ നോക്ക്, എന്റെ സീറ്റിൽ നീ കേറിയിരിക്കാന്ന് വിചാരിക്കുന്നു. എന്താ ഇത്ര നേരത്തെ? മനു ഊണ് കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. ചേട്ടൻ അല്പം ദേഷ്യത്തിലാ. ലീവ് എടുത്തതാണോ അതോ ഈ ജോലി ഉപേക്ഷിച്ചോ?